2024 ജൂലൈ മാസത്തെ പ്രവർത്തനങ്ങൾ. ജൂലൈ 1 NCC ഫസ്റ്റ് ഇയർ കുട്ടികളുടെ പേരൻസ് മീറ്റിംഗ് നടന്നു. രാജ്യത്ത് നിലവിൽ വന്ന പുതിയ നിയമവ്യവസ്ഥയെ സംബന്ധിച്ച് NCC SPC കേഡറ്റുകൾക്ക് ചാത്തന്നൂർ SHO ശ്രീ വിജയരാഘവൻ സാർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ജൂലൈ 2 വായനാദിന ക്യൂസ് മത്സരത്തിൽ 10H സന S ഒന്നാം സ്ഥാനവും 9C സിദ്ധാർത്ഥ് V രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി. ജൂലൈ 3 SS ക്ലബിൻ്റെ രൂപീകരണം ബഹുമാനപ്പെട്ട HM സബീല BV നിർവഹിച്ചു. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് UP വിഭാഗം കുട്ടികൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. ജൂലൈ 4 JRC പ്രവേശന പരീക്ഷ നടന്നു. ജൂലൈ 5 ബഷീർ ദിനം സമുചിതമായി ആചരിച്ചു. ബഷീർ അനുസ്മരണം, പുസ്തകാസ്വാദനം, പ്രസംഗം, ബഷീർ കവിതാമാല, സ്കിറ്റ്, ഡോക്യുമെൻ്ററി പ്രദർശനം, ചിത്ര പ്രദർശനം എന്നിവ അനുസ്മരണത്തിൻ്റെ ഭാഗമായി നടത്തി. അന്നേ ദിവസം ഉച്ചയ്ക്ക് ഗണിത ക്ലബ് ഉദ്ഘാടനം മുൻ HM ശ്രീമതി N കമലമ്മയമ്മയും ജിയോമാത്സിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട HM ശ്രീമതി സബീല BV ടീച്ചർ നിർവഹിച്ചു. മികച്ച വിദ്യാലയത്തിനുള്ള ചാത്തന്നൂർ റോട്ടറി ക്ലബ് അവാർഡ് നമ്മുടെ സ്കൂളിന് ലഭിച്ചു. SB ബാലസുബ്രഹ്മണ്യം ഫൗണ്ടേഷൻ നടത്തിയ SPB മ്യൂസിക് മത്സരത്തിൽ 4ാം സ്ഥാനം ഫെബിയ കരസ്ഥമാക്കി. അഷ്ടേഡോ അക്കാഡോ കൊല്ലം ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ സ്കൂളിലെ ഇന്ത്യ ഋഷി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ജൂലൈ 10 ഭിന്നശേഷി കുട്ടികൾക്കുള്ള IT പരിശീലനം ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചു. ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേയുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ പ്രദർശനം നടന്നു. ഇതിനോടനുബന്ധിച്ച് നടന്ന ക്യൂസ് മത്സരത്തിൽ നന്ദന S 7Fഉം ഗോവിന്ദാർ 6Bയും എന്നിവർ വിജയികളായി. ജൂലൈ 12 വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ റേഡിയോ പരിപാടി നടന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. ജൂലൈ 16 അഷ്ടേഡോ അക്കാഡോ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഋഷി എന്ന കുട്ടി സ്വർണം വെള്ളി മെഡലുകൾ കരസ്ഥമാക്കി. നമ്മുടെ സ്കൂളിലെ പുതിയ ബസ് സർവീസിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ PK ഗുരുദാസൻ നിർവഹിച്ചു. ജൂലൈ 19 സയൻസ് ക്ലബ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സോപ്പ്, ലോഷൻ, ഡിഷ് വാഷ് എന്നിവ നിർമ്മിക്കാനുള്ള പരിശീലനം നൽകി. ജൂലൈ 22 ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സ്കൂൾ തലത്തിൽ നടത്തപ്പെട്ടു. ചാന്ദ്രദിന ക്യൂസിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ പാർവതി ദീപു, ദക്ഷിണ എന്നിവർ 1ഉം 2ഉം സ്ഥാനം കരസ്ഥമാക്കി. UP തലത്തിൽ സഞ്ജയ് S, പാർവതി R, തങ്കമണി എന്നിവർ വിജയികളായി. ജൂലൈ 23 വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ മലയാളം സെമിനാർ നടത്തി വിജയികളെ കണ്ടെത്തി. ജൂലൈ 25 UP വിഭാഗം ക്ലാസ് PTA നടന്നു. അന്നേ ദിവസം ഫുട്ബോൾ സെലക്ഷൻ നടന്നു. ജൂലൈ 26 8ാം ക്ലാസ്സിലെ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾക്കായുള്ള പ്രിലിമിനറി ക്യാമ്പ് നടന്നു. അന്നേ ദിവസം സ്കൂളിലേക്ക് അനുവദിച്ച ബാൻഡിൻ്റെ പരിശീലനം ആരംഭിച്ചു. നമ്മുടെ സ്കൂളിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന അനുദിനം അവസരം പ്രോജക്റ്റ് ദീപു സാർ ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 29 10ാം ക്ലാസ്സിലെ ആദ്യ PTA മീറ്റിംഗ് നടന്നു.